ഞങ്ങള് അങ്ങനെ സാമ്പ്രാണിക്കൂടി എത്തിയപ്പോഴത്തേക്ക് ക്ലോസിംഗ് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നേ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസ് എങ്കിലും നമുക്ക് കുടിച്ചിട്ട് പോവാവേ. കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? അതായത് സാമ്പ്രാണിക്കൂടി പോയത് വെറുതെ ആയെന്നും പറയാം, എന്നാ വെറുതെ ആയില്ലെന്നും പറയാന്നുള്ളത്. അങ്ങനെ പറഞ്ഞതിന്റെ പ്രധാന ഒരു കാരണമായിരുന്നു കേട്ടോ അതെ ഈ ഒരു ഐറ്റം. ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് കേറിയ കടയിൽ ഞങ്ങളുടെ കണ്ണില് പെട്ട ബോർഡായിരുന്നു കേട്ടോ കുടുക്ക സർബത്ത് എന്നുള്ളത്. എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടോ. സത്യം പറയാലോ അടിപൊളി ഐറ്റം. ഇനി ആരെങ്കിലും സാമ്പ്രാണിക്കൂടി പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം ആണ് ഇത്. നാട്ടിൽ വന്ന സമയത്ത് ഞണ്ടും കൊഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേക ഒരു ക്രേവിങ്സ് തോന്നാറുണ്ട്. അങ്ങനെ ഞണ്ടിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നീണ്ടേറെ പോയപ്പം അവിടെ കിട്ടാനിട്ട് ഞങ്ങൾ നേരെ കൊല്ലത്തോട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് മീനെയൊക്കെ പിടിച്ചിട്ട് കരയ്ക്ക് കയറിയതേ ഉള്ളേ. ഇതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു കുറച്ച് സമയം എടുക്കും, ബീച്ചിലൊക്കെ പോയിട്ട് പോയോ. അപ്പോഴത്തേക്ക് അവര് സെറ്റാക്കി വെക്കാനേ, കാരണം ഞണ്ടിനെയൊക്കെ വലയിന്ന് പിടിച്ചിട്ടാണല്ലോ. ബീച്ചിൽ ചെന്നപ്പോഴത്തേക്ക് കുറെ ഉപ്പിലിട്ട ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു കവർ പൈനാപ്പിളും ഒരു കവർ ലൗലോലിക്കയും വാങ്ങിച്ചിട്ടോ. പിന്നെ ബീച്ചിൽ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് ദേ ഈ ഒരു ഐറ്റവും കൂടി വാങ്ങിച്ചു കഴിച്ചേ. ഇതിന്റെ അകത്തുള്ള കടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇത് വാങ്ങിക്കണത്. ഇത് സത്യം പറഞ്ഞാൽ ന്യൂ ഇയറിന്റെ 2 ദിവസം മുന്നേ എന്തോ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ബീച്ചിന്റെ അവിടെ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടണം. ഇത്രയും ലാഗടിച്ചത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഞണ്ടിനെ എടുക്കാൻ വേണ്ടിട്ട് പോയെ. ഇതിലെ എല്ലാ എണ്ണത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചാച്ചാ.